മാത്രമല്ല ബീഹാറിൽ ത്രിപുരയിൽ കണ്ടതുപോലെ ബീഹാറിലെ ഇടത് സ്വാധീന മേഖലകളിൽ NDAയുടെ മുന്നേറ്റം എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ജിഷ്ണു. കൃഷ്ണാജ് മികച്ച മുന്നേറ്റം NDA നടത്തുന്നുണ്ട്. ഒപ്പം ത്രിപുരയിലും ബംഗാളിലുമെല്ലാം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിഷയം, നേരത്തെ നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷത്തിന്റെ പെർഫോമൻസ് ആണ്. കേവലം ചുരുങ്ങിയ സീറ്റുകളിൽ മാത്രമാണ്, നിലവിൽ 7 സീറ്റുകളിൽ മാത്രമാണ് മുഴുവൻ ഇടതുപക്ഷത്തിനും ചേർന്നുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു കാലത്ത് ഇടത് പാർട്ടികൾക്ക് അത്രയധികം വേരോട്ടമുണ്ടായിരുന്ന 36-ലധികം MLA-മാരുണ്ടായിരുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത്. കൂടാതെ പല മണ്ഡലങ്ങളിൽ ബഗുസറായ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതു പാർട്ടികൾക്ക് നേരത്തെ സാധിച്ചിരുന്നു. എന്നാൽ ആ മുന്നേറ്റവും ജനപിന്തുണയും എല്ലാം തന്നെ തകർന്നടിയുന്ന ഘട്ടത്തിലേക്ക് ബീഹാറിലും എത്തുകയാണ്. ബംഗാളിനും ത്രിപുരയ്ക്കുമെല്ലാം സമാനമായി ബീഹാറിന്റെ മണ്ണിലും ഇടതു പാർട്ടികൾ തകർന്നടിയുന്നു. CPI-ML കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടിയിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടി 3 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. CPI-യും CPM-ഉം ഒരു കാരണവശാലും മണ്ഡലങ്ങളിൽ മുൻപോട്ട് വരാം 1-2 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത്തരത്തിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് ഇടതു പാർട്ടികൾ എത്തുന്നു. അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. RJDയുടെ അഹങ്കാര രാഷ്ട്രീയത്തിന്, അതായത് യാദവ വോട്ടുകൾ കൂടെ ഉള്ളതിനാൽ ഒന്നും സംഭവിക്കില്ല എന്ന തേജസ്വി യാദവിന്റെയും RJDയുടെയും അഹങ്കാരത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ ബീഹാറിലെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം എന്തു സംഭവിച്ചാലും ഞങ്ങൾക്ക് 60-ൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമെന്ന അഹങ്കാരം RJDക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനം പരമ്പരാഗത യാദവ വോട്ടുകളായിരുന്നു. എന്നാൽ ആ കോട്ടകളിൽ പോലും വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് വോട്ടുകൾ പിടിച്ചെടുക്കാൻ, ജനഹൃദയങ്ങൾ പിടിച്ചെടുക്കാൻ NDAക്ക് സാധിച്ചു എന്നുള്ളതാണ്. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ താഴെ തട്ടിൽ നിന്ന് എത്തിക്കൊണ്ട്, അല്ലെങ്കിൽ 1-2 സീറ്റുകളിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുകളിലേക്ക് ഭരണകക്ഷിയാകാനും ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാനും BJPക്ക് സാധിച്ചു. BJP NDA alliance is going so far. Yeah, this is the victory winning of the NDA or JDU and BJP. Far vote, far full majority. ये जो राघवपुर में अभी तेजस्वी यादव तो पीछे है. तेजस्वी यादव तो पीछे रहेगा ही ना. तो लोग को जंगल राज दिख रहा है. आज 2001 में कभी आप बिहार आए होंगे तो बिहार की दुर्दशा वो थी कि यहाँ 8 बजे के बाद कोई दिखता नहीं था. ठीक है, 8 बजे बाद रोड पर कोई नहीं दिखता था. महिलाएं तो घर से बाहर नहीं निकलती थी. आज 12-1 बजे तक रात्रि में पूरे बिहार में महिलाएं खुल्लम घूमती है. ये NDA का सरकार है. और ये जो कांग्रेस का भाव क्या है? अभी 7 सीट में सिर्फ कांग्रेस. समझा नहीं आपका क्वेश्चन. ये जो कांग्रेस है ना, अभी 7 सीट में लीड कर रहे हैं. पहले 17 सीट था पिछले 2020 इलेक्शन में. कांग्रेस की तो ऐसी भी राजनीति खत्म हो चुकी है. जिनके थिंकर टैंक ही नहीं है, राहुल गांधी को बिहार में आके छठ जहाँ का मेन महापर्व है उसके ऊपर टिप्पणी करते हैं, हमारे प्रधानमंत्री को गाली देते हैं और इस प्रकार के अमर्यादाई भाषा का यूज करते हैं. अभी देखिए तो विदेश घूम रहे हैं. एक सांसद का प्रोटोकॉल होता है कि इंडिया से बाहर जाने के लिए क्या कार्यक्रम है उसका पूरा ब्यौरा देना होता है, वो गायब हो जाते हैं. और ये राहुल का वोट चोरी कोई इम्पैक्ट किया है प्रचार में? वो तो आपको दिख रहा है कि चोरी और क्या है. आप तो बिहार में कवरेज कर रहे हैं. बिहार का युवा कितने यहाँ निर्भक और निर्भय होकर वोट डाल रहा है. महिलाओं का वोटिंग और न्यू जेनजी का वोटिंग NDA के लिए बेताब. और आगे क्या कार्यक्रम है BJP ऑफिस में? आगे विधायक दल की बैठक होगी. हमारे मुख्यमंत्री तय होंगे. 18 तारीख को शपथ लेंगे. ठीक है. ബീഹാറിൽ വലിയ ആഘോഷത്തിലാണ് BJP ഓഫീസ് കടന്നു പോകുന്നത്. കൂടുതൽ പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ BJP ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചാരണ വേളയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. വിജയം ഉറപ്പായിരുന്നു. കാരണം RJDയുടെ ഭരണം ഓർമ്മയുള്ള ജനങ്ങൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും RJDക്ക് തുടർ ഭരണം അല്ലെങ്കിൽ ഇനിയൊരു ഭരണം നൽകില്ല എന്നുള്ളതാണ് NDAയുടെ ആത്മവിശ്വാസം. കാരണം അത്രയധികം ബീഹാർ ജനത അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദാരിദ്ര്യം മാത്രമല്ല, ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ക്രിമിനലുകൾ ഭരിക്കുന്ന ബീഹാർ, തെരഞ്ഞെടുപ്പിന് പോലും ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കാതെ ഭയന്ന് വീട്ടിൽ കഴിഞ്ഞിരുന്ന അവസ്ഥ. അത്തരത്തിലൊരു
ഒരു ബീഹാറിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വെളിച്ചത്തിലേക്ക് നയിച്ച സർക്കാരിനൊപ്പം നിൽക്കാൻ ജനങ്ങൾ തയ്യാറാകും. ഇനി ആ സർക്കാരിനെ മാറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ പോലും RJDക്കൊപ്പം ജനങ്ങൾ പോകില്ല എന്നുള്ളത് NDAയുടെ കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസ് ആണ് ഒരിക്കൽ കൂടി വർദ്ധിച്ചിട്ടുള്ളത്. നിലവിൽ വലിയ സീറ്റുകളിലേക്ക് BJP JDU NDA സഖ്യം എത്തി നിൽക്കുകയാണ്. നേരത്തെ 190 മുകളിലേക്ക് സീറ്റുകളിലേക്ക് BJP എത്തിയിരുന്നു. ഇപ്പോൾ 190 സീറ്റുകളിലാണ് BJP JDU LJP സഖ്യം ലീഡ് ചെയ്യുന്നത്. BJP 85 സീറ്റുകളിൽ, JDU 76 സീറ്റുകളിൽ, LJP 22-ലും HAM 4-ലും RLM 3-ലും. അതായത് വീണ്ടും എടുത്തു പറയുമ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം ഓരോ ഘടകകക്ഷികൾക്കും അവർക്ക് ലഭിച്ച സീറ്റിനനുസരിച്ചുള്ള പെർഫോമൻസ് NDA മുന്നണിക്കുള്ളിൽ ഓരോ ഘടകകക്ഷികളും നടത്തി. അത്തരത്തിലൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയം NDA വീണ്ടും വിജയത്തിന്റെ മധുരം ബീഹാറിൽ നുകരുകയാണ്. 190 സീറ്റുകളിലാണ് BJPയും JDUവും അടങ്ങുന്ന NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. മറുഭാഗത്ത് കേവലം 49 സീറ്റുകളിൽ മാത്രമാണ് RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ അഹങ്കരിച്ചിരുന്ന മേഖലകളിൽ പോലും ഇന്ന് NDA മികച്ച വിജയം കണ്ടെത്തിയിരിക്കുന്നു. മധുബനി മേഖല പൂർണ്ണമായും NDAക്കൊപ്പം നിൽക്കുകയാണ്. മധുബനിയിലെ 10 മണ്ഡലങ്ങളിൽ 9 ഇടങ്ങളിലും NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ജഹാനാബാദിലെ 3 മണ്ഡലങ്ങളിൽ ഒരിടത്ത് NDAയും ഒരിടത്ത് RJDയും ഒരിടത്ത് മറ്റുള്ളവരും മുന്നിട്ട് നിൽക്കുന്നു. മധേപുര മേഖലയിലെ 4-ൽ 3 NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. അത് മിഥിലാഞ്ചൽ മേഖലയിലാണ് മധേപൂർ. അവിടെയും 4-ൽ 3 സീറ്റുകളിലും NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അത്തരത്തിൽ മേഖല തിരിച്ചും ജാതി തിരിച്ചും നോക്കിയിരുന്ന കണക്കുകളും കണക്കുകൂട്ടലുകളും എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് മുഴുവൻ മേഖലകളിലും, മിഥിലാഞ്ചൽ മേഖലയിലും സീമാഞ്ചലിലും സെൻട്രൽ മേഖല ഉൾപ്പെടുന്ന മഗധ, ഭോജ്പൂർ മേഖലയിലും എല്ലാം തന്നെ, പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ NDA അതിശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സമസ്തിപൂരിൽ, അതായത് സമസ്തിപൂർ എന്നുള്ളത് കഴിഞ്ഞ തവണ RJDക്ക് മികച്ച വിജയം സമ്മാനിച്ച മേഖലയായിരുന്നു. അവിടെ 10 മണ്ഡലങ്ങളാണുള്ളത്. ആ സമസ്തിപൂർ മേഖലയിൽ നിന്നാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലി, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി ബീഹാറിൽ നരേന്ദ്രമോദി നടത്തിയത് സമസ്തിപൂർ മേഖലയിലായിരുന്നു. അവിടെ 10-ൽ 5 സീറ്റുകളിലും നേടിയെടുക്കാൻ BJP NDA സഖ്യത്തിന് സാധിച്ചു. ആര്യ മേഖലയിൽ 6-ൽ 3 NDAയും 3 വിഷ്ണു, ഇപ്പോൾ വരുന്ന വളരെ രസകരമായ ഒരു കാഴ്ച, കോൺഗ്രസിന് മേൽ ഇടതു പാർട്ടികൾ ആധിപത്യം നേടുന്ന അവസ്ഥയിലേക്ക്. CPI-ML കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഇപ്പോൾ വെറും 6 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതിനേക്കാൾ 8 സീറ്റിൽ CPI-ML ലീഡ് ചെയ്യുന്നു എന്നുള്ള വളരെ രസകരമായ ഒരു ചിത്രം കൂടി വരികയാണ്. തീർച്ചയായും ഇടതു പാർട്ടികൾക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 34 ഇടങ്ങളിൽ RJDയും 6 ഇടത്താണ് കോൺഗ്രസ് ലീഡ് ചെയ്തത്. ആ സമയത്ത് ഇടതു പാർട്ടികൾ എന്ന് പറയുമ്പോൾ CPI-MLും CPIയും CPMും ചേർന്നുകൊണ്ടാണ് ഇത്രയധികം സീറ്റുകളെങ്കിൽ പോലും കോൺഗ്രസിന് മുകളിലേക്ക് എത്താൻ ഇടതു പാർട്ടികൾക്ക് സാധിക്കുന്നു. അതുമാത്രമല്ല, അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസ് ബീഹാറിൽ അഡ്രസ് ഇല്ലാത്ത പാർട്ടിയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്താൻ RJD പരമാവധി ശ്രമിച്ചിരുന്നു. ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന പോസ്റ്ററുകളിൽ രാഹുലിനെയോ കോൺഗ്രസിനെയോ തേജസ്വി യാദവ് ഉൾപ്പെടുത്തിയിട്ടില്ല. തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന പേരിലായിരുന്നു പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെയും ആ മുന്നണിക്കുള്ളിൽ കോൺഗ്രസിൻ്റെയും എല്ലാം അവസ്ഥ എന്താകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അത്രയധികം തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് ഒരു കാലത്ത് പതിറ്റാണ്ടുകളോളം ബീഹാർ ഭരിച്ചിരുന്ന പാർട്ടി, അതിനുശേഷവും സംസ്ഥാനത്ത് വേരോട്ടമുണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത്. അതിൻ്റെ ഉദാഹരണം നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചു. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ശരിവെക്കുകയാണ്. ഇനി മുൻപോട്ടും രാഹുലാണ് കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ ആ കോൺഗ്രസ് അധികകാലം ഉണ്ടാകില്ല എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് മാറുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതു പാർട്ടികൾ, എല്ലാ ഇടതു പാർട്ടികളും കൂടെ ചേർന്നുകൊണ്ട് നേടുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാവി ബീഹാറിൽ എന്താകും? RJD
മുന്നോട്ട് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതെല്ലാം തന്നെ നോക്കിക്കാണേണ്ടതാണ്. 6 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് നില കണ്ടെത്തിയിട്ടുള്ളത്. 8 സീറ്റുകളിൽ CPI-ML-ഉം CPM-ഉം CPI-യും ചേർന്നിട്ടുള്ള ഇടത് പാർട്ടികൾ മുന്നിട്ട് നിൽക്കുമ്പോൾ അവിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 85 സീറ്റുകൾ നേടിക്കൊണ്ട് BJP എത്തുകയാണ്. ഇവിടെ സംസ്ഥാന ഓഫീസിലേക്ക് BJP-യുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP പട്ന ഓഫീസിലേക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കഴിഞ്ഞ തവണ 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന സ്ഥാനം RJD നേടിയെടുത്തത്. RJD 75 സീറ്റുകൾ നേടി.